അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കളയാം. ഇന്ന് നമ്മളോടൊപ്പം ഹോട്ട് സീറ്റിൽ ശ്രീ മൈത്രേയനാണ്. താങ്കൾ ആൾക്കാരെ കൺഫ്യൂസിങ് ആക്കും. എനിക്ക് കൺഫ്യൂസ് ഒന്നുമില്ല. നിങ്ങൾക്ക് തുടങ്ങിയപ്പോൾ തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. അതിപ്പോ ഞാൻ ഉണ്ടാക്കിയതല്ല. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. താങ്കൾ പറയുന്നത് മാത്രം കേട്ടാ മതി എന്ന് പറയുന്നത്. കേട്ടാ മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിച്ചെന്തിനാ എന്നോട്? അല്ല, താങ്കളോട് എന്നോട് ചോദ്യം ചോദിച്ച ആരാണ്? ഞാനാണ് ചോദ്യം ചോദിച്ചത്. അതുകൊണ്ടാ കേക്ക്. നമ്മൾ എന്ന് പറയുന്ന ആരാണ് സാർ? നിങ്ങളുടെ പേരെന്താ? ശാരിക. ശാരിക ഉണ്ടെന്നറിയാവോ? ഉണ്ട്. അപ്പൊ പിന്നെ ചോദിച്ച നിങ്ങളല്ലേ? അപ്പൊ നമ്മളാരാന്ന് മനസ്സിലായില്ലേ? താങ്കളുടെ വാദം സമർത്ഥിക്കാനാണ് ശ്രമിച്ചത്. ചോദിക്കുന്ന ഏതൊരു അവതാരകനോടും താങ്കൾ ഒരുപാട് ചോദിക്കാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് അതിനുള്ള അറിവുണ്ടാകണമെന്നുണ്ടെങ്കിൽ താങ്കൾ എല്ലാവരോടും ഇത് തന്നെയാ പറയുന്നത്, എന്നോട് മാത്രമല്ല. എനിക്കറിയാം. എനിക്ക് ഈ വിഷയം നിങ്ങളെക്കാളും അറിയുന്നോണ്ടാണ്. നിങ്ങളല്ലെങ്കിൽ എന്നെ എന്തിനാ വിളിച്ചത്? നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചെന്ന് പറ. താങ്കൾ അവിടെ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾ എന്നെ എന്തിനാ വിളിച്ചത്? ഇതുപോലുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അവിടെ ഇരുന്ന് കേട്ടാ മതി. കേൾക്കാൻ പറയുന്നത് അത് കേൾക്കാനല്ല നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ ശ്രമിക്കുന്നില്ല. നിങ്ങൾ ഹോട്ട് സീറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വിവരമില്ലാതെ ചോദ്യം ചോദിക്കരുത്. അതിനു വേണ്ടി കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് താങ്കൾ മാത്രമാണ് ലോകത്ത് വിവരമുള്ളതാണ്. ആ വിവരമുള്ള ഞാൻ തന്നെ ഉള്ളു. തനിക്കില്ല. അതുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കത്തില്ല. താങ്കൾ പറയുന്ന കേൾക്കാൻ പിന്നെ നിങ്ങൾ എന്തിനാ വിളിച്ചതെന്ന് പറയണം. താങ്കൾ പറയുന്ന കേൾക്കാൻ ഞാൻ തയ്യാറാണ്. തയ്യാറാണെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കും. അവിടെ മിണ്ടാതിരിക്കണം നിങ്ങൾ. എന്നിട്ട് ചോദ്യം ചോദിച്ചില്ലേ? ഇനി കേക്ക്. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. താങ്കൾക്ക് നല്ല ടെൻഷൻ ഉണ്ടോ? എന്ത് ടെൻഷൻ? എന്റെ ചോദ്യം ചോദ്യം പറഞ്ഞു മണ്ടൻ ചോദ്യമാ. എന്ത് ടെൻഷൻ? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. മണ്ടന്മാരെ താങ്കൾ പേടിക്കുന്നു. മണ്ടന്മാരെ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാര്യം അവരെ നന്നാക്കാനൊക്കത്തില്ല. അതെനിക്കറിയാം. പിന്നെ നാണക്കെടുത്തി. സ്ത്രീ എപ്പോഴും അടിമകളാണെന്നാണ് താങ്കൾ പറയുന്നത്. തൊട്ട് മുമ്പ് ഇവിടെ ഒരു സ്ത്രീ ഇരുന്നിട്ടുണ്ട്. അവരുടെ ഇങ്ങനെ അവരെ താങ്കളെ പ്രകോപിച്ചില്ല. അതൊരു പാവക്കുട്ടി. പിന്നെ മര്യാദ കെട്ട സ്ത്രീയാണ് ഇരിക്കുന്നതിന്റെ മുന്നിൽ. അല്ലാതെ വേറെ വിവരമൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല. ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. പുരുഷന്മാരുടെ ഒരു പ്രത്യേകത താങ്കൾ ഇപ്പോഴും പറയുന്ന പോലെ. പുരുഷന്മാരുടെ പ്രത്യേകതയെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞോളാം. ശരി, നിങ്ങൾ പുരുഷനല്ലല്ലോ. ഞാൻ പുരുഷനല്ല. അപ്പൊ പിന്നെ നിങ്ങളുടെ പേരിട്ടാലേ നിങ്ങൾക്ക് പേരുള്ളൂ. നിങ്ങളുടെ രൂപം നിങ്ങളുടേതല്ല. പിന്നെ ആരുടേതാണ്? അത് താനേ ഉണ്ടാകുന്നത്. പേരങ്ങനല്ല. നിങ്ങള് കൊരങ്ങമണിയെന്ന് എനിക്ക് വിളിക്കാൻ പറ്റും. ഒരു പ്രശ്നം ഉണ്ടാകും. താങ്കൾ വിറയ്ക്കുന്നുണ്ടല്ലോ ഇപ്പോഴും. താങ്കൾ പ്രകോപിതനാകുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ പറഞ്ഞല്ലേ, ഞാനായത് കൊണ്ടാണ് മര്യാദക്ക് വിട്ടിരുന്ന് സംസാരിക്കുന്നത്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. സ്നേഹത്തിന് 10% സാധനം നിങ്ങൾ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പറയാത്ത കാര്യങ്ങൾ എന്റെ വായിക്കാത്ത കേട്ടിട്ടുണ്ട്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.